ശപിക്കപ്പെട്ടവനും സാക്ഷാൽ സ്വതന്ത്രനും എന്ന ടൈറ്റിലിൽ ക്രിസ്ത്യൻസ് ലീഡ് ചെയ്യുന്ന ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രാരംഭമായിട്ട് തന്നെ ഒരു മുന്നറിയിപ്പ് പറയാം. ഇത് വളരെ വിരസമായ ഒരു സബ്ജക്റ്റാണ്. രസകരമായ എന്തെങ്കിലും ഈ വീഡിയോയിൽ കേൾക്കാവുന്ന പ്രതീക്ഷ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളങ്ങ് ഓഫ് ചെയ്തേക്കണം. രസകരമായ ഒരു കാര്യവും ഇല്ല, കർണരസപ്രദമായ ഒരു കാര്യം ഇതിനകത്തില്ല. വളരെ വിരസമായ ചില കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, എൻ്റെ ലാസ്റ്റ് വീഡിയോ കഴിഞ്ഞപ്പം ചില പ്രതികരണങ്ങളുണ്ടായി. അതിലെന്നോട് കുറെ കൂടെ എക്സ്പ്ലനേഷൻ ആ വിഷയത്തെപ്പറ്റി ആവശ്യമാണെന്ന് ചോദിച്ചവരുണ്ട്. ഇനി ഞാൻ പറഞ്ഞ വിഷയം, ഈ ശപിക്കപ്പെട്ടവൻ ശാപം എന്നൊക്കെ പറയുമ്പം അതിൻ്റെ ഒരു ഹെബ്രായിക് ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നോട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയത്തക്കവണ്ണം പ്രാപ്തനായ ഒരു വിജ്ഞാന കോശമല്ല ഞാൻ, അല്ലെങ്കിൽ ഒരു സഞ്ചരിക്കുന്ന വേദപുസ്തകമാണെന്നൊക്കെ ചിലരെ പറ്റി ചിലർ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അത് ശരിയാണ്. പക്ഷെ ഞാനങ്ങനെ സഞ്ചരിക്കുന്ന ബൈബിളൊന്നും അല്ല. ഞാൻ തന്നെ ഒരു വീൽ ചെയറിൽ ഇങ്ങനെ നിരങ്ങിയിരിക്കുകയില്ല. പിന്നെ ഞാൻ എന്നെ തന്നെ സഞ്ചരിക്കുന്ന വേദപുസ്തകം എന്നൊക്കെ പറയാൻ പറ്റുമോ? അങ്ങനെയുള്ളവരുണ്ട്. അവർക്കൊക്കെ അത്തരം കാര്യങ്ങൾക്ക് പറയാൻ കഴിയും. ഞാൻ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എൻ്റെ വളരെ പരിമിതമായ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് എനിക്ക് കഴിയുന്നതായ ലെവലിൽ മാത്രം മറുപടി പറയാം. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ എനിക്ക് അറിയത്തില്ല. ഒന്ന്, ഈ ശാപം എന്നുള്ളത് ഒരു നൗൺ അല്ല. ഏൻഷ്യന്റ് ഹീബ്രുവിൽ അതിന് വേർബൽ ഫോമേ ഉള്ളൂ. അറാർ എന്ന് പറയും. അറാർ എന്ന് പറഞ്ഞാൽ ശപിക്കുക എന്നാണ്. അതിൻ്റെ അർത്ഥം the created estranged from its original fruitfulness എന്നാണ്. സൃഷ്ടിക്കപ്പെട്ട ഒരു സൃഷ്ടി, അതിനെ സൃഷ്ടിക്കുമ്പോൾ അതെന്ത് ഫലം പുറപ്പെടുവിക്കും എന്നാണോ ഉദ്ദേശിച്ചത്, ആ ഫലം അതിന് പുറപ്പെടുവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാകുക. ഒരു നില സൃഷ്ടിക്കുമ്പോൾ അതെന്ത് ഫലം പുറപ്പെടുവിക്കുക എന്ന പ്രതീക്ഷയിലായിരുന്നു സൃഷ്ടിച്ചത്. ആ ഫലം അതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നില്ല. ആ അവസ്ഥയ്ക്കാണ് ഈ കേഴ്സ്ഡ്, അറാർ എന്ന് ആ വെർബിൽ നിന്ന് ഒരു അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ നൗൺ ഫോം ചെയ്യപ്പെടേണ്ടത്. അപ്പം ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ് ടു അണ്ടർസ്റ്റാൻഡ്. ഇനി അതിൻ്റെ സെക്കൻഡ് തിങ് എന്ന് പറയുമ്പോൾ, ഇത് ആദാം ഹവ്വ ദമ്പതികൾ ദൈവിക പദ്ധതിയിൽ നിന്ന് അവർ വീണുപോയപ്പോൾ അവർക്കും സകല ലോകത്തിനും സംഭവിച്ച ഒരവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ പിന്നെ അവരുൾപ്പെടെ ഒരു സൃഷ്ടിക്കും ദൈവം എന്ത് ഫ്രൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ്, ഏത് ഫലം പുറപ്പെടുവിക്കുന്നതിനാണ് അതിനെ സൃഷ്ടിച്ചത്, ആ അവസ്ഥയിലേക്ക് വരാൻ കഴിയാതെ വീണുപോയി. അതാണ് നമ്മൾ ഈ ശപിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കേണ്ടത്. എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ ചില വ്യാഖ്യാനങ്ങൾ അനുസരിച്ച് അതിന് ഒരു ബൈഫർക്കേഷൻ എന്ന് പറഞ്ഞാൽ, ചില ആളുകൾക്ക് അവർക്ക് സമ്പത്തുണ്ട്, അപേക്ഷിക്കുന്നതെല്ലാം ജോലി കിട്ടും, വലിയ വലിയ വീട് വെക്കും, ഭാര്യയുണ്ട്, അല്ലെ ഭാര്യമാരുണ്ടെന്നിരിക്കട്ടെ, പുത്രസമ്പത്തുണ്ട്, പിന്നെ ഈ എല്ലാ ഭൗതികമായ നേട്ടങ്ങളും ഉണ്ട്. അപ്പോൾ അവരെ നമ്മൾ ബ്ലെസ്ഡ് ബരൂക്ക് എന്ന ഒരു കാറ്റഗറിയിൽ പെടുകയും, ഇനി അതൊന്നും ഇല്ലാത്ത ആളുകളെ അറാർ, ശപിക്കപ്പെട്ടവർ എന്ന വേറൊരു കാറ്റഗറിയിൽ പെടുത്തുകയും ചെയ്യുന്നു. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നോട് ഈ ഹെബ്രായിക് പെർസ്പെക്റ്റീവ് എന്താണെന്ന് ചോദിച്ചുകൊണ്ടാണ് പറയുന്നത്. ഈ ഇന്നാരെല്ലാവരും ശപിക്കപ്പെട്ടവരാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ പറയുന്ന ആളുകൾ ബൈബിളിന്റെ ബിബ്ലിക്കൽ കോണ്ടെക്സ്റ്റ് എന്താണെന്നും ബൈബിളിൽ അതെന്താണ് അർത്ഥമാക്കിയെന്നും നമ്മുടെ സ്വർഗസ്ഥനായ ദൈവം തൻ്റെ തിരുവായുവിൽ നിന്ന് മൊഴിഞ്ഞ ഒരു വാക്കാണിത്. അതിൽ താൻ എന്താണ് അർത്ഥം ഉദ്ദേശിച്ചെന്നും ഒന്നും ഒരു പിടിയില്ലാതാണ്
ഒരു ലിസ്റ്റ് അങ്ങോട്ട് എടുത്തിട്ട് ഇന്ന കാറ്റഗറിയിലാണ് നീ പെടുന്നെങ്കിൽ നീ ശപിക്കപ്പെട്ടവനാണ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് പേരെ ഞാൻ ഓടിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. ഒന്ന് അപ്പോസ്തലനായ പൗലോസാണ്. പൗലോസ് തൻ്റെ നല്ല യൗവനത്തിൽ തൻ്റെ ഭാര്യ മരിച്ചുപോയി. അതിനുശേഷം തനിക്ക് വിവാഹം കഴിക്കാൻ കഴിഞ്ഞില്ല. അവിവാഹിതനായിരുന്നു. തനിക്ക് ജഡസംബന്ധമായി ശരീരസംബന്ധമായി മക്കളില്ലായിരുന്നു. ആകെ ഉണ്ടായിരുന്നത് നിജപുത്രനായ തിമോത്തിയോസിന് വിളിച്ച ഒരാളെ ഉള്ളായിരുന്നു. അപ്പൊ നിങ്ങൾ ചോദിച്ചേക്കും, പൗലോസ് വിവാഹം കഴിച്ചതാന്ന് ബാബുസാറിന് എങ്ങനെ അറിയാം? അത് പൗലോസിന്റെ ഏറ്റവും നല്ല ബയോഗ്രഫി ഞാൻ വായിച്ചിട്ടുള്ളതുകൊണ്ട് അതുകൊണ്ട് എനിക്കറിയാവുന്നത്. മാത്രമല്ല ആ എക്സ്റ്റെൻഡിൽ പൗലോസിന്റെ ബയോഗ്രഫിയും പൗലോസിന്റെ ലേഖനങ്ങളെ പറ്റിയും ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് എൻ്റെ ബൈബിൾ സ്റ്റഡി കാലത്ത് പഠിക്കാൻ എനിക്കിടയായിട്ടുണ്ട്. അതിൽ ഞാൻ വളരെ ദൈവത്തോട് നന്ദിയുള്ളവനുമാണ്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒരുപാട് ആളുകൾക്കും അറിയാൻ കഴിയുന്നതിനപ്പുറം പഠിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഭാഷ നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ പൗലോസ് തന്നെ താൻ വിഭാര്യനായിരുന്നു എന്നാണ് പറയുന്നത്. ഭാര്യ മരിച്ച ആളിനെയാണ് വിഡോവർ അല്ലെങ്കിൽ വിഭാര്യൻ എന്ന് പറയുന്നത്. അപ്പം പൗലോസ് താൻ വിഭാര്യനായിരുന്നു ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമാണ്, അത് ഈ പൗലോസ് എഴുതിയ കൊയിനായിഗിരിക്കാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന നമ്മുടെ ആളുണ്ടല്ലോ, ഈ കൊയിനായിഗിരിക്കാന്ന് പറഞ്ഞുകൊണ്ടൊന്നും മനസ്സിലാകത്തില്ല. പൗലോസ് എഴുതിയ ഭാഷയും അതിൻ്റെ അർത്ഥവും അതിൻ്റെ പൊരുളും ഒക്കെ മനസ്സിലാകുന്നതാണ് എവിടെയാണ് താൻ വിഭാര്യനായിരുന്നത് എന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാകും. അപ്പം പിന്നെ ഭാര്യയില്ലായിരുന്നു, മക്കളും ഇല്ലായിരുന്നു. അപ്പം നമുക്ക് പൗലോസിൻ്റെ മണ്ടയ്ക്ക് പൗലോസിന് നമ്മുടെ ആധുനിക അപ്പോസ്തലന്മാർക്ക് വേണമെങ്കിൽ, ശാപം മുറിക്കൽ അപ്പോസ്തലന്മാർക്ക് വേണമെങ്കിൽ ഒരു ശപിക്കപ്പെട്ടവനെന്ന് മാറ്റിവെക്കാം. നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നമ്മുടെ മക്കൾ ഓരോരുത്തരും മരിക്കുകയാണെങ്കിൽ നമ്മൾ ശപിക്കപ്പെട്ടവരാണ്. അതായത് രണ്ടാമത്തെ വ്യാഖ്യാനം. എന്നെ വളർത്തി ആളാക്കിയ ഒരു വലിയ മനുഷ്യനുണ്ട്. വലിയ മനുഷ്യൻ ഞാൻ പറയുമ്പോഴും അദ്ദേഹത്തെ പറ്റി ഒരു ചെറിയ മനുഷ്യൻ എന്നാണ് പറയുന്നത്. ഭക്തനായ വേട്ടമല ഫിലിപ്പോസ് സ്വദേശി. ഇന്നലേക്കാൾ ഇന്ന് ഞാൻ എൻ പ്രിയനാടിനോട് ഏറ്റവും അടുത്തായി, അതെനിക്ക് എത്ര ആനന്ദം എന്ന് പാടി നടന്ന മനുഷ്യൻ. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരും, അതിന് താമസമേറെയില്ല. ആനന്ദപുരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോൾ ഇഹത്തിലെ കഷ്ടം സാരമോ എന്ന് പാടിയ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ നല്ല യൗവനത്തിൽ 5 ആൺമക്കൾ, താൻ ജനിപ്പിച്ച 5 ആൺമക്കൾ തൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ച് മരിക്കുന്നത് കണ്ടു. ഈ 5 ആൺമക്കൾ മരിച്ചത് താൻ പിടിച്ച വിശ്വാസത്തിൽ നിന്ന് 1 ഇഞ്ച് തന്നെ വ്യതിചലിപ്പിച്ചില്ല. ഞാൻ മുമ്പ് എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ പറയുന്നുണ്ട്, തൻ്റെ ഹോൾ ഫാമിലി ലാർജ് ഫാമിലിയാണ്. ആദ്യം ദൈവത്തെ കണ്ടെത്തി സത്യദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങി തിരിച്ച മനുഷ്യനാണ്. He was a question mark in front of the whole family. എൻറ്റയർ ഫാമിലിയുടെ മുമ്പിൽ താൻ്റെ ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. പക്ഷെ വിശ്വാസത്തെ ഒരടി അത് ബാധിച്ചില്ല, 1 ഇഞ്ച് ഇളക്കിയില്ല. ജീവിതത്തിന് നല്ല യൗവനത്തിൽ 2 പെൺമക്കളുണ്ട്. മൂത്ത മോളെ കെട്ടിച്ചയച്ചു. എൻ്റെ അമ്മയെ രണ്ടാമത്തത് അമ്മ കുഞ്ഞായിരിക്കുമ്പോൾ അപ്പച്ചൻ്റെ ഭാര്യ, എൻ്റെ ഗ്രാൻഡ് മദർ മരിച്ചുപോയി. എന്നോട് പിന്നീട് പറയാറുണ്ട്, എടാ അതിനുശേഷം ഞാൻ കെട്ടിയടച്ച തോട്ടം പോലെ ജീവിച്ചു. ഞങ്ങൾ താമസിച്ച കീക്കുരൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ആ കാലത്ത് എല്ലാ വർഷവും ഒരു ഓണവാര വേലയ്ക്ക് എല്ലാ സഭക്കാരും കൂടി നടന്നൊരു പരസ്യം നടത്തുമ്പം പ്രധാന പ്രസംഗകൻ വേട്ടവലി ഉപദേശിയാണ്. അപ്പച്ചൻ അവിടെ നിന്ന് പറയും, ഞാൻ ജനിച്ചു വളർന്ന നാടാണിത്, എൻ്റെ നല്ല യൗവനത്തിൽ എൻ്റെ ഭാര്യ മരിച്ചതാണ്, എനിക്ക് ഇത്ര വയസ്സായി,
നിന്നെ എനിക്കറിയാമടാ ഫിലിപ്പോസേ എന്ന് എൻ്റെ നേരെ വിരൽ ചൂണ്ടാൻ കഴിയുന്ന ഒരു സ്ത്രീ ഈ നാട്ടിലുണ്ടെങ്കിലൊന്ന് മുന്നോട്ട് വരണം, എനിക്ക് അവരെന്ന് കാണണമെന്ന്. ജീവിത വിശുദ്ധിയെ പറ്റിയുള്ള നിശ്ചയം. പക്ഷെങ്കിൽ ഇന്നത്തെ നമ്മുടെ ശാപം മുറിക്കൽ അപ്പോസ്തലന്മാരുടെ കണ്ണിൽ നോക്കിയാൽ വെട്ടവലി സ്വദേശി ശപിക്കപ്പെട്ടവനാണ്. അപ്പൊ ഈ ക്ലാസ് ചെയ്യുന്ന ഞാൻ ജീവിതത്തിന്റെ നല്ല യൗവനത്തിൽ ഒരു വീൽ ചെയറിലായി പോയതാ. 2 കിഡ്നിയും ഫെയിലായി. HLH എന്നൊരു മാരക രോഗത്തിന് അടിമയായി. അത് വന്നിട്ട് മരിച്ചു പോകാത്ത ഒരു മനുഷ്യൻ ലോകത്തില്ല. only 1 person. HLH നിങ്ങൾക്ക് നെറ്റ് കയറി നോക്കി, HLH എന്നറിയാം. ആ രോഗം വന്നിട്ട് സർവേ ചെയ്ത് ഒരേ ഒരു മനുഷ്യൻ മെഡിക്കൽ ഹിസ്റ്ററിയിൽ, ബാബു ജോൺ പേട്ടമല. ഇപ്പോൾ ഒരു വീൽ ചെയറിലേക്ക് നിരങ്ങുക വർഷങ്ങളായിട്ടിരുന്ന്. ഞാനും ശപിക്കപ്പെട്ടവനാണ്. അങ്ങനെ എന്നെ ശപിക്കപ്പെട്ടവനായിട്ട് കാണാനുള്ള റൈറ്റ് ആളുകൾക്കുണ്ട്. ഞാനതിനെ നിഷേധിക്കുന്നുമില്ല, ഞാനതിനെ നിഷേധിച്ചിട്ടുമില്ല. ഓക്കെ, അങ്ങനെ ഇരിക്കട്ടെ. അടുത്തത്, യേശു ക്രിസ്തു എന്തായി ഭൂമിയിൽ വന്നത് നോക്കണം. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായി. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായി. ഇനി ഒരു കാര്യം ഞാൻ പറയാം, കേട്ടോണം. ഞാനിപ്പോൾ കുറെ ആളുകളുടെ ലിസ്റ്റ് നിങ്ങളോട് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ ഇപ്പം ഈ വിശുദ്ധ പുതിയ നിയമം എന്ന് പറയുന്നത് 2/3 ഓഫ് ദി എൻറ്റയർ ന്യൂ ടെസ്റ്റ്മെന്റ് എഴുതിയ ആ മനുഷ്യനെ അപ്പോസ്തലനായ പൗലോസ്. ദൈവം നേരിട്ട് അപ്പോസ്തലത്വം കൊടുത്തു, അങ്ങനെ പറയുന്നത്. സഭ തന്നെ അപ്പോസ്തലനാകത്തില്ലായിരുന്നു, ആക്കാൻ യോഗ്യതയില്ല. ദൈവം നേരിട്ട് അപ്പോസ്തലത്വം കൊടുത്തു ആ മനുഷ്യന്. തന്നെ കൊണ്ടാണ് എഴുതിപ്പിച്ചത്. ദ മോസ്റ്റ് മിസ്റ്റീരിയസ് വിസ്ഡം ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. പറയാ, എനിക്ക് ഒരു മർമ്മം വെളിപ്പെട്ടിട്ടുണ്ട് ക്രിസ്തുവിനെ പറ്റി, അത് മറ്റാർക്കും വെളിപ്പെട്ടിട്ടില്ല. പത്രോസ് പറഞ്ഞു, നമ്മുടെ സഹോദരനായ പൗലോസും ഇതിനെപ്പറ്റി അനേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തന്നെ ഇത് മനസ്സിലാകത്തില്ലെന്ന്. അത്രയേറെ ദൈവീയ പരിജ്ഞാനത്തിന്റെ ആഴങ്ങൾ വെളിപ്പെടുത്തിക്കട്ടെ ആ മനുഷ്യൻ. തൻ്റെ കാലത്ത് സിവിലൈസ്ഡ് വേൾഡ് മുഴുവൻ ഇവാഞ്ചലൈസ് ചെയ്ത മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നോ അതോ ശപിക്കപ്പെട്ടവനായിരുന്നോ? 85-ാമത്തെ വയസ്സിൽ മരിക്കുന്ന ആ വർഷം വരെ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ കാര്യം പറയാം. താൻ അറിഞ്ഞ വേദപുസ്തകം മുറുകെ പിടിച്ചുകൊണ്ട് അതിൻ്റെ സത്യത്തിൽ നിന്ന് ഒരിഞ്ച് പോലും പുറമോട്ട് പോകാതെ അനേകായിരങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ ശാപഗ്രസ്തനെന്ന് ലോകം എഴുതി മുദ്ര വയ്ക്കുന്ന, ഇതൊന്നും തൻ്റെ ജീവിതത്തിൽ തടസ്സമല്ലായിരുന്നു. ഒന്നുമേ തനിക്ക് തടസ്സമല്ലായിരുന്നു. ഈ കുഷ്ണർ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ ജൂവിഷ് റൈറ്റർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ 14 വയസ്സുള്ള മകൻ പെട്ടെന്ന് പ്രിജേറിയ എന്ന രോഗം ബാധിച്ച് മരിക്കുന്നു. പ്രിജേറിയ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയിരിക്കും ഒരാൾ പ്രായമാകും. അപ്പോൾ 14 വയസ്സുള്ള കുഞ്ഞ് പിറ്റേ ദിവസം നോക്കി വലിയോ 25 വയസ്സായി. അതിൻ്റെ അടുത്ത ദിവസം നോക്കി 40 വയസ്സായി. അതിൻ്റെ അടുത്ത് 50 വയസ്സായി. പിറ്റേ ദിവസം 90 ഒരാഴ്ചക്കുള്ളിൽ ആൾ മരിക്കും. പ്രിഗേറിയ വന്ന് തൻ്റെ മകൻ മരിച്ചപ്പോൾ ഇദ്ദേഹം ഈ യെരുശലേമിൽ ഏറ്റവും പ്രസിദ്ധനായ റാബായിയാണ്. ആളിന് മുന്നേ അയാളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ശപിക്കപ്പെട്ടവൻ. മിണ്ടിയില്ല. ശാപവാക്കെല്ലാം തീർന്നു കഴിഞ്ഞപ്പം അദ്ദേഹം ഒരു പുസ്തകം എഴുതി. പുസ്തകത്തിന്റെ ടൈറ്റിൽ വെൻ ബാഡ് തിങ്സ് ഹാപ്പൻ ടു ഗുഡ് പീപ്പിൾ. നല്ല മനുഷ്യർക്ക് തിന്മ സംഭവിക്കുമ്പോൾ. ഞാൻ
എൻ്റെ രണ്ടും കിട്ടിയും ഫെയിലായി രോഗക്കിടക്ക് കിടക്കുമ്പം ഒരുപാട് 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 ഫ്രസ്ട്രേഷൻ, നിരാശ എന്നെ വന്ന് ബാധിച്ചതാണ്. എന്നെ കരകയറാൻ സഹായിച്ച ഒരു പുസ്തകം ഇതാണ് കേട്ടോ. When bad things happen to good people. ദേവനത് പറയുന്നത്, സപ്പോസ് നോ പെയിൻ കംസ് ടു യുവർ ലൈഫ് ഫോർ 40 days കണ്ടിന്യൂസ്ലി. 40 ദിവസം നിന്റെ ജീവിതത്തിൽ ഒരു പരാജയവും, ഒരു ദുഃഖവും, ഒരു വേദനയും, ഒരു സങ്കടവും ഒന്നും ഉണ്ടാകുന്നില്ല. നിനക്ക് ഒരു വേദന ഉണ്ടാകുന്നില്ല. വാട്ട് ഡസ് ഇറ്റ് മീൻ? അർത്ഥം എന്നറിയാമോ? ദൈവം നിന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ദൈവത്തിന് നിന്റെ മേൽ ഒരു പ്രതീക്ഷയില്ല. ദൈവത്തിന്റെ എല്ലാ പ്രതീക്ഷയും നിന്റെ മേൽ തീർന്നു. ദൈവം എഴുതി തള്ളി. ദൈവം എഴുതി തള്ളിയ കേസുകളാണ് എന്ത് ചെയ്യുന്നത്? ഈ നടക്കുന്നത്. ലെറ്റ്സ് കം ബാക്ക്. എൻ്റെ നല്ല യൗവനത്തിൽ ഒരുപാട് രാജ്യങ്ങളിൽ പോയി ഞാൻ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് വേദവസം പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഈ നല്ല യൗവനത്തിൽ ചെയ്തതിനേക്കാൾ ഈ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് ഒരു കപ്പ് വെള്ളം എനിക്ക് തന്നെ പോയിട്ട് എടുത്ത് കുടിക്കാനുള്ള ബലമില്ല. ഒരു പിടി ചോറ് വാരി കഴിക്കാൻ എൻ്റെ ഈ കൈക്ക് ബലമില്ല. ഞാൻ ഈ കസേരയിൽ ഇരുന്നുകൊണ്ട് thousands ഓഫ് പീപ്പിളിനോട്, ആയിരക്കണക്കിന് ആളുകളോട് സുവിശേഷം പ്രസംഗിക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അനേകരെ ക്രൂശിന്റെ പാദാന്ത്യത്തിൽ കൊണ്ടുവരാൻ എൻ്റെ ബൈബിൾ ക്ലാസ് കൊണ്ടും എൻ്റെ പ്രസംഗങ്ങൾ കൊണ്ടും എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ കൊണ്ട് കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ശക്തീകരിക്കുക. ഞാനും ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതി തള്ളുന്നതാണ് നല്ലത് നമ്മുടെ ശാപം പറിക്കലുടെ കാര്യത്തിൽ. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. ഏതിൽ നിന്നൊക്കെ സ്വതന്ത്രരായി എന്ന് ഞാൻ പറയാൻ പോവാണ്. ഒന്നാമത്തെ കാര്യം, ദൈവം നമുക്ക് അതിനു മുമ്പ് നമ്മെ ഭരിച്ചിരുന്ന ഭയത്തിന്റെ ആത്മാവുണ്ടല്ലോ, സ്പിരിറ്റ് ഓഫ് ഫിയർ, അതിനെ മാറ്റി. സ്പിരിറ്റ് ഓഫ് ഇന്റിമിഡേഷൻ, അതിനെ മാറ്റി. ദൈവം നിനക്ക് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, 2 ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവിനെ തന്നു. അപ്പം the first thing, you are freed from the spirit of intimidation. നിന്നെ ഭയത്തിന്റെ ആത്മാവിൽ നിന്ന് ദൈവം നിന്നെ വിടുവിച്ചു. അവിടെ ഒന്നാമത്തെ സ്വാതന്ത്ര്യം, ക്രിസ്തുവേശുവിൽ ലഭിക്കുന്ന ഒന്നാമത്തെ സ്വാതന്ത്ര്യമാണ്. വേറൊരു ആത്മാവിനെ തന്നു. ഏത്? ഇനി നീ ഭയത്തിന്റെ ആത്മാവിനെ അല്ല, നാം ഇനിയും ഭയപ്പെടുവാൻ ദാസ്യാത്മാവേ അല്ല, പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്നു. ഈ പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചവരോടാണ് പ്രസംഗിക്കുന്നത്, ഇങ്ങി വാ, ഞാൻ നിന്റെ ചാവ് മുറിക്കാമെന്ന്. 1. അപ്പം ഭയത്തിന്റെ ആത്മാവിൽ ദൈവം നമ്മളെ വിടുവിച്ചു. 2ാമത്തെ കാര്യം, സാത്താന് നിന്റെ മേൽ ഇനി കർത്തൃത്വമില്ല. കാരണം നേരത്തെ ബൈ ബർത്ത് നീ പാപിയായിരുന്നു. അവിടെ നിന്ന് ക്രൂശിന്റെ ചുവട്ടിൽ വന്നപ്പോൾ നിന്റെ പ്രൊഫൈൽ മാറി. നീ ആരായി? ദൈവ പൈതലായി. അപ്പൊ പാപിയുടെ പ്രൊഫൈല് മാറി ദൈവ പൈതലായിരുന്നു. ദൈവത്തിന്റെ സന്തതിയാണെന്ന്, ദൈവ പൈതലായിരുന്നു അല്ലേ? അപ്പൊ ഇനി ആർക്ക് നിന്റെ മേൽ സ്വാധീനമില്ല? സാത്താന് നിന്റെ മേൽ സ്വാധീനമില്ല. നീ സാത്താനിൽ നിന്ന് മോചിതനാണ്. സാത്താനാണ് ഏതിന്റെ ഏജന്റ്? പാപത്തിന്റെയും ശാപത്തിന്റെയും ഏജന്റ് അല്ലേ? സാത്താന്. ആ സാത്താന് നിന്റെ മേൽ ഇനി യാതൊരു സ്വാധീനമില്ല. എന്ന് പറഞ്ഞാൽ പാപത്തിന് ഇനി നിന്റെ മേൽ സ്വാധീനമില്ല. ആർക്കും സ്വാധീനമില്ല, ശാപത്തിന് നിന്റെ മേൽ സ്വാധീനമില്ല. അപ്പൊ നീ ക്രിസ്തുവിനെ അറിയുന്നത് വരെ നീ ചെയ്ത മുഴുവൻ പാപങ്ങളും, അതിൻ്റെ ഫലമായ ശാപവും പാപവും
അതിൻ ഫലമാം ശാപങ്ങളുമെല്ലാം ക്രൂശിൽ ഏറ്റ സ്നേഹം. തീർന്നു. ദാറ്റ് വൺ മൊമെന്റ് തീർന്നുപോയി. ഇത് സ്വതന്ത്രനായി. അടുത്തത് ഇപ്പൊ വേറൊരു കുടുംബത്തിലെ അംഗമാണ്. ഏത് കുടുംബത്തിലെ അംഗം? സ്വർഗീയ കുടുംബത്തിലെ അംഗം. ആ കുടുംബത്തിലെ അംഗമാണ്. ഞാൻ ജനിച്ചു വളർന്നത് വേട്ടമല ഫാമിലിയിലാണ്. ആ വേട്ടമല ഫാമിലിയിലെ ഏതെങ്കിലും പഴയ അപ്പൂപ്പന്മാര് ഇനി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് ഇരിക്കട്ടെ, ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ലല്ലോ. അതുകൊണ്ട് എനിക്കെന്നാ, ഞാനിപ്പോൾ വേറെ കുടുംബത്തിലെ അംഗമാണ്. ഈ രണ്ട് കുടുംബങ്ങളും തമ്മിൽ ബന്ധമില്ല. ഞാനിപ്പോൾ ഒരു UK സിറ്റിസനാണ്, ബ്രിട്ടീഷ് സിറ്റിസനാണ്. ഞാൻ ഇവിടെ കുറെ കൊള്ളരാജി കാണിച്ചു ഞാൻ ഇവിടുന്ന് നാട് വിട്ടുന്നിരിക്കും. അല്ല പോട്ടെ, ഞാൻ കേരളത്തിൽ ചെന്നു, അവിടെ എന്തെങ്കിലും വേലകൾ ഒപ്പിച്ചു വെച്ചു, തിരിച്ച് ബ്രിട്ടനിൽ പോന്നു. ഞാൻ ബ്രിട്ടീഷ് സിറ്റിസനാണ്. ഓർക്കോണേ, ബ്രിട്ടനും ഇന്ത്യയും തമ്മിൽ കുറ്റവാളികളെ അന്യോന്യം കൈമാറുന്ന ട്രീറ്റി ഉള്ളത് കൊണ്ട് ബ്രിട്ടൻ എൻ്റെ ഇന്ത്യക്ക് ഏൽപ്പിക്കും, അല്ലെ അവർക്ക് എഴുതുന്നതിനെ അറസ്റ്റ് ചെയ്യാം. എനിക്ക് ഒരു 20 വർഷം മുമ്പ് ഒരു സോമാലി ചെറുപ്പക്കാരൻ, അവന് ഒരു കടയിൽ കയറി, മോഷ്ടിക്കാൻ കയറി. അവർ പോലീസിനെ വിളിച്ചു. ഈ പിന്നെ PC എന്ന് പറഞ്ഞാൽ പോലീസ് കോൺസ്റ്റബിൾ ഷാരൻ എന്ന് പറഞ്ഞൊരു സ്ത്രീ ഇവനെ അറസ്റ്റ് ചെയ്യാൻ നേരത്ത് അവൻ പിച്ചാത്തി എടുത്ത് അവളെ കുത്തി. അവിടെ വെച്ച് അവൾ ചത്തു. ഇപ്പൊ നേരെ വീട്ടിൽ ചെന്ന് അവന്റെ പെങ്ങടെ പർദ്ദ എടുത്തിട്ടു, ഈ ഇതുണ്ടല്ലോ കംപ്ലീറ്റ് മൂടുന്നേ. എന്നിട്ട് പെങ്ങടെ പാസ്പോർട്ട് എടുത്തോണ്ട് നേരെ എയർപോർട്ടിൽ വന്ന് അവനോട് കയറി സോമാലി അങ്ങ് പോയി. ആള് മാറി സോമാലി പോയി. ഇപ്പൊ 20 വർഷമായി സോമാലിയായും ബ്രിട്ടനും തമ്മിൽ കുറ്റവാളികളെ കൈമാറുന്ന ട്രീറ്റി ഇല്ല. ബ്രിട്ടീഷ് പൗരയായ പോലീസ് ഓഫീസറെ കൊന്നെന്നും പറഞ്ഞ് അവനെ അവിടുന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇവർ തമ്മിൽ എഗ്രിമെന്റ്സ് ഇല്ല. ഞാൻ ഇപ്പോൾ മെമ്പർ ആയിരിക്കുന്ന ദൈവരാജ്യവും അല്ലെ ക്രിസ്തീയ കുടുംബവും എൻ്റെ ജനിച്ചു വളർന്ന കുടുംബവും തമ്മിൽ എഗ്രിമെന്റും ബന്ധമൊന്നുമില്ല. ഞാൻ സ്വർഗീയ കുടുംബത്തിലെ അംഗമാണ്. ആ എൻ്റെ പഴയ ഭൗമിക കുടുംബത്തിൽ എന്തെല്ലാം ശാപം കിടപ്പുണ്ടെങ്കിലും അത് ഇവിടെ ഈ വീട്ടിനകത്ത് കയറി വരത്തില്ല. ഏത് വീട്ടിൽ? ഞാൻ ദൈവത്തിൻ്റെ കുടുംബക്കാരനാണ്, ഭവന ക്രിസ്തുവിൻ്റെ കുടുംബക്കാരനാണ്. ഈ കുടുംബത്തിനകത്ത് പഴയ വീട്ടിലെ ശാപം കയറി വരത്തില്ല. ഇപ്പൊ പുതിയ സിറ്റിസണാ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടുന്ന് കർത്താവ് യേശുക്രിസ്തു രാജാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു, അല്ലേ? അപ്പം ഈ പഴയ വീടിന്റെ ഒരു കാര്യം ഈ പുതിയ വീടിനകത്ത് കയറി വരാൻ പറ്റത്തില്ല. ഇനി അടുത്ത ഞാൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ഈ നാച്ചുറൽ വേൾഡിന്റെ പവേഴ്സ് ഉണ്ടല്ലോ, നമ്മൾ സ്റ്റാർ പവർ എന്ന് പറയും. സ്റ്റാർ പവർ ശരിയാണോ? ഒരു കാര്യം ഞാൻ പറയാമേ. ഈ സൂര്യൻ എന്ന് പറഞ്ഞൊരു സ്റ്റാർ ആണല്ലോ, നക്ഷത്രമാണല്ലോ. നമ്മളൊരു നാഴി നെല്ലെടുത്ത് പുഴുങ്ങിയിട്ട് രാവിലെ അത് പുറത്തിടാം, ഉച്ചയ്ക്കിടാം, വൈകുന്നേരത്ത് ഇടാം. ഈ 3 സമയത്തും ഈ നെല്ലിൻ്റെ മേൽ പതിക്കുന്നതായ സൂര്യ രശ്മിയുടെ പവർ ഡിഫറൻ്റ് ആണ്. ഇതുപോലെ ഓരോ ഗ്രഹങ്ങളിൽ നിന്നും ഈ ഭൂമിയിൽ വീഴുന്നതായ നക്ഷത്രങ്ങളുടെ ലൈറ്റ് ഉണ്ടല്ലോ, ലൈറ്റിന്റെ പവർ ഡിഫറൻ്റാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ദോഷഫലവും നല്ല ഫലവും ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ പ്രഭാത വെയിൽ കൊള്ളുകയാണെങ്കിൽ ക്ഷീണമാണ്, സന്ധ്യക്കത്തെ വെയിൽ കൊള്ളുന്ന നമുക്ക് ആരോഗ്യമാണ്. ഒരേ സൂര്യൻ്റെയാണ്. ഉച്ചക്കത്തെ വെയിൽ കൊണ്ടാലോ തളർന്നു പോകും. അപ്പോൾ സ്റ്റാർ പവറിൽ ഡിഫറൻസ് ഉണ്ട്. ഇനി എന്ത് കുന്തമായിക്കോട്ടെ,
അപ്പൊ ഇത് വെച്ചോണ്ടാണ് ആര് നമ്മുടെ ഈ പിന്നെ ഇവരെന്താ പറയുക, നമ്മുടെ ഈ കബഡി നിരത്തി പറയുന്ന കക്ഷികളുണ്ടല്ലോ, അസ്ട്രോളജേഴ്സ്. അസ്ട്രോളജേഴ്സ് സമയം കുറിക്കുന്നത് നല്ല സമയവും മോശം സമയവും ഈ സമയങ്ങളൊക്കെ കുറിക്കുന്നത് കേട്ടോ. ഇന്ന് ഒരു കാര്യം മനസ്സിലാക്കും, ഞാൻ അതിനെ പൂർണ്ണമായിട്ട് അതിനെപ്പറ്റി ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഒന്ന്, ഈ കക്ഷികൾ കുറിക്കുന്ന സമയം അനുസരിച്ച് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും നടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം ഈ അസ്ട്രോളജി എന്ന് പറയുന്ന കാര്യത്തിൽ കുറെ സത്യം ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. അതിനകത്ത് ദോഷനക്ഷത്രങ്ങളും ദോഷനക്ഷത്ര ഫലങ്ങളും ചൊവ്വാദോഷവും ഇങ്ങനെ ഓരോ ദോഷങ്ങളൊക്കെ ഉണ്ട്. ഇരുന്നോട്ടെ, ഞാൻ എൻ്റെ ബൈ ബേർത്ത് ഈ ദോഷഫലങ്ങളൊക്കെ എനിക്ക് ബാധകമായിരുന്നു. ഈ ദോഷനക്ഷത്രവും ഈവിൾ സ്റ്റാറും റോങ് സ്റ്റാറും അതിൻ്റെ ദോഷഫലങ്ങളൊക്കെ എനിക്ക് ബാധകമായിരുന്നിരിക്കട്ടെ, സംഭവിച്ചായിരുന്നു. പക്ഷെ വീണ്ടും ഞാൻ ആ ദോഷഫലത്തിനകത്ത് ജീവിക്കുന്നതിനല്ല പുത്രൻ എന്നെ സ്വതന്ത്രൻ ആക്കിയത്. പുത്രൻ എന്നെ സ്വതന്ത്രനാക്കി. ഏതിൽ നിന്ന് സ്വതന്ത്രനാക്കി? ബൈ ബർത്ത് ഞാനൊരു ദോഷ നക്ഷത്രത്തിന്റെ കീഴിൽ ജനിച്ചതുകൊണ്ട് ചൊവ്വാദോഷമോ അല്ലെങ്കിൽ എന്ത് ദോഷമുണ്ടെന്നിരിക്കട്ടെ, ക്രൂശിന്റെ ചുവട്ടിൽ വന്ന അന്ന് എന്നെ പൂർണ്ണമായി രക്ഷിച്ചു എൻ്റെ രക്ഷകൻ. പൂർണ്ണമായി രക്ഷിച്ചു, പകുതിയല്ല, രക്ഷിച്ചു എൻ്റെ രക്ഷകൻ. എൻ്റെ കഴിഞ്ഞ ക്ലാസ് ഞാൻ ഈ മന്ത്രവാളും കൂടോത്രം ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞായിരുന്നല്ലോ, ഓർക്കുന്നില്ലേ? മന്ത്രവാളും കൂടോത്രമൊക്കെ. ഇതിനൊക്കെ നമ്മുടെ വല്ല ശക്തി ഉണ്ടോ? ഇനി നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ പ്രയാസങ്ങളെ പറ്റിയോ? ഒരു പഴയ പാട്ടുകാരൻ പാടുക, ദുഃഖം ദാരിദ്ര്യം എന്നിവയ്ക്കൊണ്ടോ ശക്തി എൻ്റെ മേൽ, കൈക്ക് പിടിച്ച് നടത്തിക്കൊണ്ട് പോകും ഒരുത്തൻ. കരുത്തനാം അവൻ കരത്തിനാൽ പിടിച്ചിരിക്കയാൽ ഒരുത്തനും പിടിച്ച് വേർപിരിക്കുവാൻ കഴിയത്തില്ല. വിരുദ്ധമായി വരുന്നത് എന്തും ഏതുമേ ഭയന്നിട, ഇതെന്ത് ഭാഗ്യം, യേശുനാഥനോട് ചേർന്ന് ഞാനിതാ. എന്നെ ഒരുത്തം വലം കൈക്ക് പിടിച്ചിരിക്കുക, ഒരാളും വലം കൈക്ക് പിടിച്ചിരിക്കുക. ഇവിടെ വാർത്ത പറയാ, നിങ്ങളെ എൻ്റെ പിതാവ് എനിക്ക് തന്നതാ, എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ പിടിച്ചു പറിക്കുവാൻ ഒരുത്തനും കഴിയത്തില്ല. ഒറ്റ സെന്റൻസ് ഹൃദയത്തിന്റെ ആഴത്തിലൊന്ന് എഴുതിയിട്ടേ, കഴിയത്തില്ല. എൻ്റെ കയ്യിൽ നിന്ന്, എൻ്റെ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ പിടിച്ചു പറിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. എന്തുവാ അങ്ങനെ പറഞ്ഞ വചനത്തിന്റെ ഗ്രാവിറ്റി എന്താന്ന് ഞാൻ പറയാൻ പോവാ. ഒരിക്കൽ എന്നോട് വളരെ ബുദ്ധിമുട്ട്, ഒരു വലിയ ക്രൈസിസ് ഫേസ് ചെയ്യുന്ന സഹോദരനോട് ചോദിച്ചു, പക്ഷേ ദൈവം എന്നെ സൗഖ്യമാക്കുന്നൊക്കെ പറഞ്ഞത്. എന്തോ എനിക്കങ്ങ് ഭയങ്കര ഭയം വരുന്നു. ഞാനിപ്പോൾ സിസ്റ്ററോട് ഒരു അനാലജി പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞു, ഈ ദൈവം അങ്ങനെ പറഞ്ഞു നടക്കുമോ എന്നൊക്കെ ഒരു സംശയം തോന്നുമ്പം മുറ്റത്തോട്ടിറങ്ങുക, പുറത്തുനിന്ന് വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങിയിട്ട് മേപ്പോട്ട് നോക്കണം, ആകാശം അവിടെ ഉണ്ടോന്ന്. താഴെ നോക്കണം, കാലിനടിയിൽ ഭൂമി ഉണ്ടോന്ന്. അത് രണ്ടും അങ്ങ് മാറിപ്പോയാലും, വാനവും ഭൂമിയും പോയാലും വാഗ്ദത്തം സുസ്ഥിരമില്ലയോ? വാനവും ഭൂമിയും പോയാലും വാഗ്ദത്തം സുസ്ഥിരമില്ലയോ? കൈവിടുകില്ല ഇനി ഒരു നാളും എന്ന് വാക്ക് പറഞ്ഞവൻ മന്ത്രവാദത്തിൻ്റെയും ക്ഷുദ്രത്തിൻ്റെയും കുടുംബശാപത്തിൻ്റെയും ഒക്കെ പേര് പറയുമ്പം
നിന്നെ ഇട്ടിട്ടങ്ങ് പോകുമെന്നാണ് നീ വിചാരിച്ചത്. മരുഭൂപ്രയാണം മുഴുവൻ വലം കൈക്ക് പിടിച്ച് നിന്റെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞ് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു മകനെ, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്ന് പുറകിൽ നിന്ന് ഒരു ശബ്ദം കേൾപ്പിച്ച് വീഴാതെ ഒന്ന് നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയുന്നവന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ആ നിന്നോടാ പറയുന്നത്. യേശു ക്രൂശിൽ മരിച്ചപ്പം ന്യായപ്രമാണത്തിന്റെ ശാപമേ മാറിയുള്ളൂ. നിന്റെ മണ്ടയ്ക്ക് കിടക്കുന്ന നിന്റെ അപ്പൻ ചെയ്തതും വല്യപ്പൻ ചെയ്തതിലെ കിടപ്പ് ഉണ്ടെന്ന് എന്നുവരെ ദ ഫുട്ട് ഓഫ് ദ ക്രോസ് ഇസ് ദ എൻഡ്. ക്രൂശിന്റെ പാദാന്ത്യത്തിൽ നീ വന്ന അന്ന്. ഇനി ഞാനൊരു കാര്യം പറയാൻ പോവാം. നോൺ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ജാതകം എഴുതിയിട്ടോ പിന്നെ ദൈവഭാഗത്ത് വന്ന ആളോ നിങ്ങളെങ്കിൽ ശ്രദ്ധിച്ചോണം. നിന്റെ ജാതകത്തിൽ നിനക്ക് എതിരായിട്ട് എഴുതിയിരിക്കുന്ന ഒരൊറ്റ കാര്യവും ഇനി സംഭവിക്കത്തില്ല. നിന്റെ ജാതകത്തിൽ ദുർമരണമോ, നിന്റെ ജാതകത്തിൽ ദുരന്തമോ, നിന്റെ ജാതകത്തിൽ അകാല മരണമോ, നിന്റെ ജാതകത്തിൽ എന്തെങ്കിലും ശാപമോ ഒരു കണിയാര് വർഷങ്ങൾക്ക് മുമ്പ് കുറിച്ചെഴുതിയിട്ടുണ്ടെങ്കിൽ ആ കണിയാരും കുറിച്ചെഴുതിയ കാലത്ത് അത് ശരിയാണെന്ന് തന്നെ ഇരുന്നോട്ടെ. പക്ഷെങ്കിൽ കൊലശേഖരത്തിലേക്ക് വരണം. നിനക്ക് വിരോധവും പ്രതികൂലവുമായ കൈയെഴുത്ത് മായിച്ചു കളഞ്ഞു, ക്രൂശിൽ ആണിയടിച്ചു, നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. നിനക്ക് വിരോധവും പ്രതികൂലമായ മുഴുവൻ കൈയെഴുത്ത് മായിച്ചു കളഞ്ഞത്. ആ വചനം നിർത്ത് കൊലശേഖരടുത്ത് വായിര്. എന്നിട്ട് പറ, ഫലിക്കുമോ ഫലിക്കത്തില്ലയോ എന്ന് പറ. എഴുതി വച്ചിരിക്കുക. കണിയാൻ പണ്ട് എഴുതിയ ഇതുണ്ടല്ലോ, എൻ്റെ പേരെന്താ, ഹൊറോസ്കോപ്പ്. നീ അതുകൊണ്ട് പേടിക്കരുത്. നീ പേടിക്കണമായിരുന്നു ഒരു കാലത്ത്. ഏത്? ക്രൂശിന്റെ ചവിട്ടിൽ വരുന്നതിന് മുൻപ് ക്രൂശിന്റെ ചവിട്ടിൽ വെച്ച് തീർന്നു. ആ ജാതകവും ഇനിയും ഫലിക്കത്തില്ല. ഇനി നിനക്ക് ദോഷജാതകം ഇല്ല, ദോഷജാതകമൊന്നുമില്ല. മറ്റേ ഇതൊന്നുണ്ടല്ലോ, പിന്നെ അതും ഇല്ല. ഏതാ? ശനിദശ. ശനിദശ നിനക്കില്ല, നിനക്ക് ചൊവ്വ ദോഷവും ഇല്ല. Then what are you? ഒരു വേർഡ് എഴുതിയെടുത്ത് ബാരൂക്ക്. ബാരൂക്ക്, ബാരൂക്ക്. അനി ബാരൂക്ക് ബ അഡനായി. അനി ബാരൂക്ക് ബ അഡനായി. ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ. അനി ബാരൂക്ക് ബ അഡനായി. ബ അഡനായി. അനി ബാരൂക്ക് ബ അഡനായി. ഒരു കടലാസ് എടുത്തിട്ടേ അതങ്ങ് എഴുതി വെക്ക്. നിങ്ങൾക്ക് അതിൻ്റെ ഹീബ്രു തന്നെ വേണം. അന്ന് എഴുതി വെക്കണമെന്ന് ആഗ്രഹമുള്ളവര് എന്നോട് എനിക്ക് നിങ്ങളുടെ ആ മൊബൈൽ അയച്ചു തരാനല്ലോ. ഞാൻ ആവശ്യപ്പെടുകയല്ല. നിങ്ങൾക്ക് അഥവാ എനിക്ക് ബാബുസാറി എനിക്ക് ഇതിൻ്റെ ഹീബ്രു ഒന്ന് എഴുതി എൻ്റെ കണ്ണു മുമ്പിൽ വെക്കണം. രാവിലെ കണ്ണു തുറക്കുമ്പോൾ എനിക്ക് ആദ്യം കാണേണ്ടത് ഞാൻ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന വാചകം കണ്ടുകൊണ്ട് വേണം എനിക്ക് എഴുന്നേക്കാൻ. ആഗ്രഹമുള്ളപ്പോൾ ഞാൻ ടെക്സ്റ്റ് ചെയ്ത് തരാം. നിങ്ങളുടെ മൊബൈൽ ടെക്സ്റ്റ് ചെയ്ത് തരാം ഞാനത്. അനി ബാരൂക്ക് ബ അഡനായി. ഞാൻ എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ. അറാറെന്നുള്ളതോ അങ്ങനെ ആരെന്നും ഒരിക്കൽ തീർന്നുപോയി. ജീവനും മരണവും നിന്റെ നാവിൻ്റെ അധികാരത്തിലിരിക്കുക. ജീവനും മരണവും എഴുതി വെക്കണം, എഴുതി ഒട്ടിക്കണം. ബെഡ്റൂമിൻ്റെ ഭിത്തിയിൽ എഴുതി ഒട്ടിക്കണം, ടോയ്ലറ്റിൽ എഴുതി ഒട്ടിക്കണം, നോക്കിക്കൊണ്ടിരിക്കാനായിട്ട്. ഡൈനിങ് ടേബിളിൻ്റെ അവിടെ എഴുതി ഒട്ടിക്കണം.
കാണുന്നതല്ലേ എഴുതിയിട്ടിരിക്കണം. അത് എഴുതിയിട്ടിരിക്കണം, അനി ബാരൂഖ് ബ അഡനായി, ഞാൻ എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാ. അത് നിനക്ക് ഭവിക്കും. ഇനിയും നമ്മളെല്ലാം ഒരു ദിവസം മരിക്കുമല്ലേ, അടക്കപ്പെടും. ഇനിയും ഒരു ദിവസം കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ നമ്മൾ എവിടെയാണോ നമ്മുടെ ആത്മാവ് വിശ്രമിക്കുന്നത്, ആ വിശ്രമ സ്ഥലത്ത്, നമ്മളെ അടക്കിയ സ്ഥലത്ത് ആത്മാവ് വന്നിട്ട് അത് അക്ഷയമായ ഒരു ശരീരം എടുത്ത്, അത് രൂപാന്തര ശരീരം. ഈ ക്ഷയമുള്ള ശരീരം, ഈ ബലഹീനമായ ശരീരം, രോഗമുള്ള ശരീരം, അപമാനമുള്ള ശരീരം നമ്മൾ ഒഴുകി കൊണ്ട് കുഴിച്ചിടും. അപമാനത്തിൽ കുഴച്ചു വിട്ടും. അത് അവിടുന്ന് എഴുന്നേക്കും. എന്തിന്? പറക്കാൻ. എവിടേക്ക് പറക്കാൻ? നമ്മുടെ കാന്തനെ കാണുവാൻ, മധ്യാകാശത്തോട്ട് പോകാൻ. ഇത്രയും പേര് നമ്മൾ പറക്കുന്നുണ്ട്. സാത്താൻ ഇഷ്ടപ്പെടുമോ? അത് ഈ ഭൂമിക്ക് ഇഷ്ടപ്പെടുമോ? ഇവിടുന്ന് ഒരെണ്ണം മേപ്പോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഒരു പവർ ഉണ്ടല്ലോ, എന്താ പറയുന്നത്? ഗുരുത്വാകർഷണ ബലം, അല്ലെങ്കിൽ നമ്മളെന്തോനെ പറയുന്ന കുറെ കൂടെ ഇംഗ്ലീഷിലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന സാത്താൻ പറയും, പിടിച്ച് താക്കോട്ടിറക്ക, പോകാൻ സമ്മതിക്കരുത്. അപ്പം സാത്താനോട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പറയും, നിനക്കെന്താ അറിയാം? ഇതിലൊരാള്, ആദ്യത്തെ ആള്, മരിച്ചവരിൽ നിന്ന് ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റൊരാളുണ്ട് 2000 വർഷം മുമ്പ്. ഒലിവുമലയുടെ മുകളിൽ വെച്ച് ഇങ്ങനെയല്ല പോന്ന്, സ്ലോ ഡിഗ്രി ഉയർന്നു പോകുമ്പോൾ അന്ധകാര ശക്തി മുഴുവൻ വന്ന് എന്നോട് പറഞ്ഞു താഴോട്ട് പിടിക്കാൻ. ഞാൻ നോക്കിയതുവാ, പറ്റിയില്ല. ഉയർപ്പിൻ ജീവന്റെ വ്യാപാര ശക്തി ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനും തടയാൻ പറ്റത്തില്ല. ക്രിസ്തുവിനെ മരിച്ചവർ ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ശക്തി നിന്റെ മർത്യശരീരത്തിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, ക്രിസ്തുവിനെ മരിച്ചവർ ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ അതേ ശക്തി കൊണ്ട് നിന്റെ മർത്യശരീരത്തിനെയും മണ്ണിനടി കിടക്കുന്ന ശരീരത്തെ ജീവിപ്പിച്ച സ്വർഗത്തിൽ ദൈവത്തിന്റെ സന്നിധി കൊണ്ടുപോകും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സും തടയാനൊക്കത്തില്ല. അപ്പൊ എത്ര ഫോഴ്സിൽ നീ സ്വതന്ത്രനായി? പുറമോട്ട് നോക്കാം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് നിന്റെ മേൽ ശക്തിയില്ല. സ്റ്റാർ പവർ നിന്റെ മേൽ ശക്തിയില്ല. അന്ധകാര ശക്തികളിൽ ശക്തിയില്ല. നിന്റെ മേൽ അധികാരമില്ല. ഇനി ഒരു ശാപത്തിനും പാപത്തിനും നിന്റെ മേൽ അധികാരമില്ല. കുടുംബശാപത്തിന് നിന്റെ മേൽ ശക്തിയില്ല. രോഗത്തിന് നിന്റെ മേൽ ലാസ്റ്റിംഗ് പവർ ഇല്ല. എന്തുകൊണ്ട്? നിന്റെ സ്വർഗീയ പിതാവ് തീരുമാനിക്കാതെ ഒരു രോഗത്തിനും നിന്നെ തകർക്കാൻ കഴിയത്തില്ല. നിന്റെ സ്വർഗീയ പിതാവ് സമ്മതിക്കാതെ. ഒരിക്കൽ വളരെ ജ്ഞാനിയായൊരു സ്ത്രീ അബിഗയിൽ ദാവീദിനോട് പറയാ, യജമാനന്റെ ജീവൻ നിന്റെ ദൈവമായ കർത്താവിന്റെ ജീവപാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കുക. നിന്റെ ആയുസിന്റെ മേൽ ഒരു ശക്തിക്കും അധികാരമില്ല. ഒരു പവറിനും നിന്റെ ആയുസിന് അന്തവിടാൻ കഴിയത്തില്ലെന്നേ അല്ലേ? അപ്പൊ അങ്ങനാണെങ്കിലോ, ശാപഗ്രസ്തമായി ഭൂമിയിൽ ശാപം വിട്ടൊഴിഞ്ഞവനായി ജീവിക്കാൻ പ്രിവിലേജ് കിട്ടിയവനാണ് ദൈവവൈതൽ. ശാപഗ്രസ്തമായി ഭൂമിയിൽ ശാപം വിട്ടൊഴിഞ്ഞ് ജീവിക്കുവാൻ പ്രിവിലേജ് കിട്ടിയവനാണ് ദൈവവൈതൽ. പുത്രൻ സ്വാതന്ത്ര്യം ഭരിച്ചതുകൊണ്ട്. അപ്പൊ നമ്മൾ എന്തോ എഴുതും? അനി ബാരൂഖ് ബ അഡനായി. അനി ബാരൂഖ്, ബാരൂഖ് അനി ബ അഡനായി, ബാരൂഖ് അനി ബ അഡനായി. എന്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ് ഞാൻ. അതുകൊണ്ട് മുറിക്കാൻ വരുന്നവർ പറയണം, നിങ്ങൾ സ്വന്തമായി ബലൂണ് പൊട്ടിച്ച് അങ്ങ് മുറിച്ചാൽ മതി, ഡോണ്ട് വറി അബൌട്ട് മീ എന്ന്. ഇത് നിങ്ങൾ അനുഗ്രഹിക്കുവാറാകട്ടെ. താങ്ക് യു വെരി മച്ച്. ബൈ.